ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഹാക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ മോമോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കാനായി ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 2 സ്റ്റെപ്പായിട്ടാണ് ഇന്ന് മോമോ തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം ഡോ പ്രിപ്പറേഷനാണ്. ആദ്യം നമുക്കിത് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദാമാവ് എടുക്കുന്നുണ്ട്. അത് നമ്മുടെ സാധാരണ മൈദാമാവ്, അത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കണ പോലെ നമുക്കിത് കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിത് ആദ്യമേ ചെയ്ത് വെക്കണം. അകത്തെ ഫില്ലിങ് തയ്യാറാക്കും മുന്നേയായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം ആദ്യം തന്നെ നമ്മൾ മാവ് കുഴച്ച് മാറ്റി വെക്കണം. ഒന്ന് മോയ്സ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു നനഞ്ഞ തുണി മൂടിയിട്ട് മാറ്റി വെക്കാം. അത് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് തൈ പീസാണ്. കുറച്ച് ഫാറ്റ് എല്ലാം കൂടെ ചേർന്നിട്ടൊരു തൈ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൈ പീസ് ആകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് വെന്ത് കിട്ടാൻ സഹായിക്കും. നിങ്ങൾക്ക് ഇനി ഫാറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഫാറ്റ് റിമൂവ് ചെയ്ത ബോൺലെസ് ചിക്കൻ യൂസ് ചെയ്യാം. ചിക്കൻ ബ്രസ്റ്റ് യൂസ് ചെയ്യാം. തൈ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ സോഫ്റ്റും ടെൻഡറും ആയിരിക്കും. അതിലായിട്ട് 1 സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ചെറിയ പച്ചമുളക് ചോപ്പ് ചെയ്തത്, കുറച്ച് മല്ലിയില ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. മല്ലിയില നല്ല ഫ്ലേവർ കൊടുക്കുന്നതാണ്. ചിക്കൻ നമുക്ക് മിൻസ് ചെയ്തെടുക്കണം. ഞാൻ അതിനായിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. മിൻസ് ചെയ്ത് സമയം കളയണ്ട, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. മിൻസ്ഡ് ചിക്കൻ യൂസ് ചെയ്യുന്നവർക്ക് മിൻസ്ഡ് ചിക്കൻ യൂസ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പേസ്റ്റ് പോലെ ആയി പോരുത്. ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഷ്രെഡ് ചെയ്ത ചിക്കനിലോട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൽ വേറെ എരിവൊന്നുമില്ല, അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ചേർത്തു. പിന്നെ ടേസ്റ്റിന് ഉപ്പ് ചേർക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർക്കുന്നുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ സ്പ്രിംഗ് ഓണിയനാണ്. ഞാനൊരു ചെറിയുള്ളി മുളച്ച് വന്നപ്പോൾ ഞാനത് വെള്ളത്തിൽ വെച്ച് മുളപ്പിച്ചെടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് അതുപോലെ ഉപയോഗിക്കാം. നല്ല സ്പ്രിംഗ് ഓണിയൻ വാങ്ങിക്കാം. പിന്നെ ചോപ്പ് ചെയ്ത് സവാള ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അവസാനമായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിച്ചൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പും ഇല്ലെങ്കിൽ ഉപ്പ് കട്ട പിടിച്ചിരിപ്പുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇതാണ് ചിക്കൻ ഒരുപാട് പേസ്റ്റ് ആവാൻ പാടില്ല. നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത്
മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് യോജിച്ചൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് യോജിച്ചാലേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ എല്ലായിടത്തും പിടിച്ച് നന്നായിട്ട് വരുള്ളൂ. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മാവ് നേരത്തെ കുഴച്ച് വെച്ച മാവിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. മാവ് ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മൈദമാവ് മാത്രമേ ഉള്ളൂ, വേറെ ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല. എന്നാലും വെള്ളമൊക്കെ പിടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് മാവ്. ഇനി നമുക്ക് റോൾ ചെയ്ത് പരത്തി എടുക്കേണ്ടതാണ് അടുത്ത ജോലി. അതിനായിട്ട് ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ കുഴച്ച മാവ് റോൾ ചെയ്ത് ഈക്വൽ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കത് ഉരുട്ടി പരത്തിയെടുക്കാം. സാധാരണ പൂരിക്കും ചപ്പാത്തിയൊക്കെ ചെയ്യണ പോലെ ചെറുതായിട്ട് റൗണ്ടാക്കിയിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. പൂരിയുടെ അത്ര വലുപ്പം വേണ്ട, കുറച്ചുകൂടെ ചെറിയ റൗണ്ടിൽ പരത്തിയിട്ട് നല്ല തിന്നായിട്ട് പരത്തിയിട്ട് നമുക്ക് എടുക്കണം. നമുക്കിതിനെ റോൾ ചെയ്തിട്ട് കട്ട് ചെയ്യാം ഈക്വൽ പോർഷനായിട്ട്. അപ്പോൾ എല്ലാ ബോൾസും തയ്യാറാണ്. ഇനി നമുക്ക് പൂരിയുടെ വലിപ്പത്തിൽ പരത്തിയെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാവ് മുഴുവനായിട്ട് പരത്തിയിട്ട് ഒരു റൗണ്ട് ഷേപ്പോ എന്തെങ്കിലും പാത്രത്തിൻ്റെ ക്യാപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. അതാകുമ്പോൾ പരത്താൻ പാടുള്ളവർക്ക് അതായിരിക്കും കുറച്ചുകൂടെ ഈസി. ഞാനിവിടെ ഓരോന്നായിട്ട് പരത്തിയെടുക്കുകയാണ്. അല്ലാത്ത നിങ്ങൾക്ക് മാവ് ഒന്നിച്ച് പരത്തിയിട്ട് നല്ല തിന്നായിട്ട് പരത്തിയിട്ട് ഒരു പാത്രത്തിൻ്റെ അടുപ്പ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. അതും കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതാകുമ്പോൾ എല്ലാം ഒരു ഷേപ്പിലും കിട്ടും. ഇത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പം കുട്ടികൾക്കൊക്കെ, എൻ്റെ മോനും ഇത് വളരെ ഇഷ്ടമാണ്. എരിവാണെങ്കിൽ അവൻ കഴിക്കും. വേറെ എരിവുള്ളതൊന്നും കഴിക്കില്ലെങ്കിലും ചിക്കൻ മോമോ ഉണ്ടാക്കി അവന് ഭയങ്കര ഇഷ്ടമാണ്, അത് കഴിക്കും. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എരിവൊന്നും പ്രശ്നം ഉണ്ടാവില്ല. കുറച്ച് പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെ ഒക്കെ എരിവ് ഉണ്ടാവുള്ളൂ. നമുക്കിങ്ങനെ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇത് ആവിയിൽ വെച്ചാണ് വേവിക്കേണ്ടത്. അപ്പോൾ ഒരുപാട് കട്ടി കൂടിപ്പോയാൽ വേവാൻ താമസിക്കും. നമ്മൾ വേറെ ചിക്കനൊന്നും രണ്ടാമതും വേവിക്കൊന്നുമില്ല. ഒറ്റ സ്റ്റെപ്പിൽ സാധാരണ നമ്മൾ ഇലയടയൊക്കെ ഉണ്ടാക്കണ പോലെ ഈ മാവിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ചിട്ട് മൂടി നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് കട്ടിയാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് കട്ടിയായ ആ മാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ നിൽക്കണം. അപ്പോൾ ചെറുതായിട്ട് തീരെ തിന്നാവാനും പാടില്ല, എന്നാൽ തീരെ കട്ടിയാവാനും പാടില്ല. ഒരു മീഡിയം രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഓരോന്നായിട്ട് പരത്തിയെടുക്കട്ടെ.
ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കുക എന്നുള്ള അടുത്ത പ്രോസസ്സ്. ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നമുക്കതിലോട്ട് കുറച്ച് ഫില്ലിങ്. അപ്പോൾ ചിക്കൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാടായി പോകാൻ പാടില്ല. ഇപ്പോൾ കാണുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളെങ്കിലും ഇതൊന്ന് വെന്ത് വരുമ്പോൾ ചിക്കൻ എല്ലാം കൂടെ കുറച്ചുകൂടെ വലുതാവും. അപ്പോൾ ഈ മാവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പൊട്ടി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് വെച്ചാൽ മതി ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് ആയിട്ട്. അത് വേവുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വന്നോളും. അതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ആക്കിയാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. മോമോ ഫോൾഡിങ് വീഡിയോസ് ഇഷ്ടംപോലെ യൂട്യൂബിലുണ്ട്, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന ഏത് ഫോൾഡിങ് ആണോ എന്ന് നോക്കിയിട്ട് ചെയ്തെടുക്കാം. എനിക്കും വലിയ പ്രാക്ടീസ് ഇല്ല, എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാനിത് ഫോൾഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരുപാട് വെറൈറ്റി രീതിയിൽ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എളുപ്പമാണെന്ന് ഏതെന്ന് വെച്ചാൽ ആ രീതിയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കാം. ഞാൻ വേറൊരു എളുപ്പ വഴി കാണിക്കാമെന്ന് വെച്ചാൽ, ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ ഷീറ്റ് വെച്ചിട്ട് അതിൽ കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ കൈ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അതാകുമ്പോൾ കയ്യിൽ വെക്കണ പാട് വരില്ല. ഇങ്ങനെ ഓരോന്നായിട്ട് വെള്ളം നനച്ചിട്ട് ഓരോന്നായിട്ട് ഓരോ ഫ്ലീറ്റ്സ് രീതിയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ 1-2 ചെയ്യുമ്പോൾ നമുക്കതങ്ങനെ ശീലമാവും. അപ്പോൾ ഇത് ചെയ്ത് പ്രാക്ടീസിലേ ഇത് ശരിയാവുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ശരിയായില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. 1-2 ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ശരിയായിക്കോളും. പിന്നെ ഒരുപാട് കട്ടിയാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിത് വേറൊരു ഷേപ്പിൽ നടുക്ക് ഹോളുള്ള രീതിയിൽ ബൗളിൽ വെച്ച് മടക്കിയെടുത്തിട്ടുണ്ട്. മറ്റേത് ആദ്യത്തെ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് ഒട്ടിച്ചാണ് എടുത്തത്. ഇത് നടുക്ക് ഹോളുള്ള രീതിയിൽ ചെയ്തെടുത്തു. ഇങ്ങനെയല്ല ഒരുപാട് മോമോ ഫോൾഡിങ് രീതികളുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അകത്ത് ഫില്ലിങ് വെക്കുമ്പോൾ ഒരുപാട് വെക്കാതെ ശ്രദ്ധിക്കണം. മാവിൻ്റെ നടുക്ക് സെൻറ്റർ പാർട്ടിൽ മാത്രം കുറച്ച് വരുന്ന രീതിയിൽ ഒരുവിധം അതും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ എല്ലാം ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് മോമോ സോസിൻ്റെ കൂടെയാണ് കഴിക്കാനുള്ളത്. അത് മോമോ സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. അത് ചില്ലി സോസും നിങ്ങൾക്ക് മയണൈസോ ചില്ലി സോസോ സാധാരണ ടൊമാറ്റോ കെച്ചപ്പോ വെച്ച് കഴിക്കാം. ഇത് മോമോ സോസ് നല്ല എരിവുള്ളൊരു സോസാണ്. അതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ താമസിക്കാതെ ഇടാം. ഇത് വേറൊരു രീതിയാണ്. ഒരു സൈഡ് മാത്രം ഫോൾഡ് ചെയ്തിട്ട് മറ്റേ സൈഡ് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ. അത് കുറച്ചുകൂടെ ഈസിയാണെന്ന് തോന്നുന്നു. ഒരു സൈഡ് മാത്രം ഫ്ലീറ്റ്സ് എടുത്തിട്ട് മറ്റേ സൈഡ് എല്ലാം കൂടെ ഒന്നിച്ച് ജോയിൻ ചെയ്ത് നടുക്ക് ഹോൾ വരുന്ന രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം.
ഇത് വേറൊരു മെത്തേഡാണ്. സാധാരണ അട ചെയ്യണ പോലെ 2 സൈഡ് ഒട്ടിച്ചിട്ട് 2 സൈഡ് ചേർത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഫ്ലീറ്റ്സ് എടുത്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കണം. അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും ബിഗിനേഴ്സിനെ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമുക്ക് ബാക്കി ഫില്ലിങ്സ് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ വീട്ടിൽ കഴിക്കുമ്പോൾ അത്ര പെർഫെക്ഷൻ്റെ ആവശ്യമില്ല. നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അപ്പോൾ ഞാനിവിടെ മോമോ എല്ലാം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഒരു 15 മോമോ വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു 14 മോമോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഓരോന്നും ഓരോ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവിയിൽ വെച്ച് വേവിക്കാമെന്നാണ്. ഇത് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിലാണ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്ലേറ്റ് വെച്ചിട്ട് എണ്ണ തടവണം, ഇല്ലെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒട്ടിപ്പോവും, ഇളക്കിയെടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ഒരു എണ്ണ തടവിയ പാത്രത്തിൽ നമുക്കിത് ഓരോന്നായിട്ട് അടുക്കി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. - 15 തൊട്ട് 20 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ മോമോ തയ്യാറാണ്. മോമോയുടെ സോസിൻ്റെ കൂടെ കഴിക്കണം. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. ഇത് മുന്നേ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് കൊടുക്കണേക്കാട്ടിലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. ഇതിന് പ്രത്യേകം ഇൻഗ്രീഡിയൻസ് ഒന്നും വെളിയിൽ നിന്ന് വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണുന്നവരെ നന്ദി, നമസ്കാരം.